നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വയോധികനിൽ നിന്നും 78 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറളം വെള്ളാനി കായംപുറത്ത് വീട്ടിൽ 30 വയസ്സുള്ള ആഗ്നേയ് പ്രസാദ്, നാട്ടിക പണിക്കശ്ശേരി എടക്കാട് വീട്ടിൽ 43 വയസ്സുള്ള സുധീഷ്, തൃപ്രയാർ പുന്നപ്പിള്ളി വീട്ടിൽ 32 വയസ്സുള്ള കാർത്തിക് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രൈമറി ഡിമാറ്റ് ട്രേഡിംഗ് എന്ന പേരിൽ വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. തുടർന്ന് വ്യാജ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രൂപ്പിൽ അംഗമാക്കി വിപണിയിലെ പ്രൈമറി ട്രേഡിംഗിൽ പങ്കെടുത്താൽ വലിയ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് പ്രതികൾ നൽകിയ ലിങ്ക് വഴി മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കഴിഞ്ഞ നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് 78,22,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുജിത് PS, സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ് വർക്കി, ആന്റണി PD, സിവിൽ പോലീസ് ഓഫീസർമാരായ അജിത് VS, അനന്തു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, റോണി പോൾ മാവേലി, TA പോൾ, മിനി ജോസ് ചാക്കോള, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, സുജ സഞ്ജീവ് കുമാർ, വിജയൻ എളയടത്ത്, ജോമോൻ മാണാത്ത് എന്നിവർ പങ്കെടുത്തു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തിന് മുൻപിൽ തുറന്നു കാണിച്ച രാഷ്ട്രപിതാവായിരുന്നു അന്തരിച്ച മഹാത്മാഗാന്ധി. ഇന്ന് അദ്ദേഹത്തിൻ്റെ 79ാമത് രക്തസാക്ഷി ദിനം ലോകമെമ്പാടും സമുചിതമായിട്ട് ആചരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയേക്കാൾ ഇന്ന് BJPയും RSSും ഭയപ്പെടുന്നത് അന്തരിച്ച മഹാത്മാഗാന്ധിയാണ് എന്ന് സമകാലീന സംഭവങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്താറ്. അദ്ദേഹത്തെ 1948 ജനുവരി മാസം 30-ാം തീയതി വൈകിട്ട് 5 മണി കഴിഞ്ഞ് 17 മിനിറ്റുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരിമാറിലേക്ക് 3 വെടിയുണ്ടകൾ പായിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ നാദൂറാം ഗോഡ്സേക്ക് ഇന്ന് ക്ഷേത്രങ്ങൾ പണിയാനുള്ള വ്യഗ്രതയിലാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിന് കളമൊരുക്കുന്ന RSSും എന്ന് കാണുമ്പോൾ വേദനയോടുകൂടിയല്ലാതെ നമുക്ക് സ്മരിക്കാനായിട്ട് സാധിക്കില്ല. യുണൈറ്റഡ് നേഷൻസ് അടക്കം ലോകം ഏറ്റവും ആദരവോടുകൂടി നോക്കിക്കാണുന്ന മഹാത്മാഗാന്ധിയെയാണ് ഇന്ന് ഇങ്ങനെ വികലമായി ചിത്രീകരിക്കാൻ തലമുറകളുടെ മനസ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചിത്രം മായ്ച്ചു കളയാനുള്ള ശ്രമം രാജ്യം ഭരിക്കുന്നവർ ശ്രമിക്കുന്നു. പല പദ്ധതികളിലും മഹാത്മാഗാന്ധിയുടെ പേരുകൾ ആ പദ്ധതികളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തു. പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ രാജ്യത്ത് നടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. 2 വർഷം മുൻപാണ് ഗുജറാത്തിൽ 9ാം ക്ലാസ് പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ ചോദ്യം കടന്നു വന്നത് മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് പോലും ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ. ഗാന്ധി ദർശൻ വേദി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമം ഗാന്ധി ദർശൻ വേദി ജില്ലാ വൈസ് പ്രസിഡന്റ് PK ജിനൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ വേദി ജില്ലാ സെക്രട്ടറി M സനൽകുമാർ, നിയോജക മണ്ഡലം സെക്രട്ടറി AC സുരേഷ്, KK ഷൗക്കത്ത് അലി, TS പവിത്രൻ, MO ജോൺസൺ മാടവന എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുടയിലെ കർഷകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന വാൻഗാർഡിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഫെസ്റ്റ് 2026 സംഘടിപ്പിക്കുന്നു.
ജനുവരി 31 മുതൽ ഫെബ്രുവരി 10 വരെ അയ്യങ്കാവ് മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇരിങ്ങാലക്കുട ഫെസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 6 ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് വാൻഗാർഡ് ചെയർമാൻ TS സജീവൻ മാസ്റ്റർ, മാനേജിംഗ് ഡയറക്ടർ നജീബ് വാടേക്കാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിക്കും. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഫ്ലവർ ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, പെറ്റ് ഷോ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ദിവസങ്ങളിൽ നൃത്തവിരുന്ന്, കളരി പ്രദർശനം, കലാനിശ, വീരനാട്യ മത്സരം, BGM ബാൻഡ് ഫ്യൂഷൻ, ഗാനസന്ധ്യ, സിനിമാറ്റിക് ഡാൻസ്, കഥാപ്രസംഗം, സംഗീത വിസ്മയം, ചാക്യാർകൂത്ത്, പ്രശസ്ത മലയാളി പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന സംഗീത നിശ എന്നിവ നടക്കും. വാൻഗാർഡ് ഭരണസമിതി അംഗം കൂടിയായ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, സംഘാടക സമിതി ഭാരവാഹികളായ ഖാദർ പട്ടേപ്പാടം, ഷെറിൻ മുഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിച്ച് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിൽപ്പന നടത്തി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചെലവുണ്ടാകുക, അതുപോലെ തന്നെ അതിൽ അംഗങ്ങളായ കർഷകർക്ക് അതിൻ്റെ ലാഭവിഹിതം കൊടുക്കുക, കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വാൻഗാർഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് രൂപീകരിച്ചത്. ആ കമ്പനി ഇപ്പോൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ തന്നെ നടവരമ്പ് കല്ലങ്കുന്നിൽ 5000 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം നിർമ്മിച്ചു. അതിൽ ദോശമാവ്, ഇഡ്ഡലിമാവ് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള മെഷീനറി എല്ലാം ഫിറ്റ് ചെയ്ത് അടുത്ത ദിവസം ഈ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാവുന്ന സ്ഥിതിയിലെത്തിയിരിക്കുക. ആ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചാണ് വാൻഗാർഡ് ഇരിങ്ങാലക്കുട ഫെസ്റ്റ് എന്ന പേരിൽ ഒരു സാംസ്കാരിക പരിപാടി ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന ആദ്യത്തെ ഫ്ലവർ ഷോ ഉൾപ്പെടെ പെറ്റ് ഷോയും കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കും എക്സിബിഷനും വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ ഇരിങ്ങാലക്കുടയിൽ എത്താത്ത പ്രധാനപ്പെട്ട ഗായകരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ ജനുവരി 31 മുതൽ ഫെബ്രുവരി 10 വരെ നടത്തുകയാണ്. അതിൽ ആദ്യത്തെ ദിവസം ഉദ്ഘാടനം ബഹുമന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ, ബഹു മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ വെച്ച് നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികൾ നിർവഹിക്കപ്പെടുന്നു. അതിൽ സംസ്ഥാനം അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഗായകൻ ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേള, അതുപോലെ 2025 ഐഡിയ സ്റ്റാർ സിംഗർ ഫസ്റ്റ് പ്രൈസ് വിന്നറായിട്ടുള്ള അരവിന്ദ് അവതരിപ്പിക്കുന്ന സംഘവും ബാൻഡും അവതരിപ്പിക്കുന്ന ഗാനമേള തുടങ്ങി കൊച്ചു കുട്ടികൾ 13നും 17നും വയസ്സുള്ള ഇടയിലുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ഡബ്ബ ബാൻഡ് എന്ന പ്രസിദ്ധമായ ഗാനമേള തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളോടെ ഈ മേള സംഘടിപ്പിക്കുക. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും മലയാള വിഭാഗം അധ്യക്ഷനായി വിരമിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിന്റെ ബഹുമാനാർത്ഥം ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനതല പുരസ്കാരമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് രചനാ നൈപുണി പുരസ്കാരത്തിന് ശ്രീ കേരളവർമ്മ കോളേജ് മലയാള വിഭാഗം വിദ്യാർത്ഥിനി സംഘമിത്ര NS അർഹയായതായി പുരസ്കാര സമിതി ചെയർമാനും പ്രിൻസിപ്പലുമായ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ സിൻഡോ കോങ്കോത്ത് എന്നിവർ അറിയിച്ചു. ക്രൈസ്റ്റ് കോളേജിലെ മികച്ച മലയാള പ്രബന്ധത്തിന് നൽകുന്ന പുരസ്കാരത്തിന് PV ദേവറസ് അർഹനായി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മലയാളം BA പഠനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മികച്ച പ്രബന്ധത്തിന് 5001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഫെബ്രുവരി 3-ന് ചൊവ്വാഴ്ച രാവിലെ 10-ന് സെമിനാർ ഹാളിൽ ചേരുന്ന ചടങ്ങിൽ യാത്രികയും സഞ്ചാര സാഹിത്യകാരിയുമായ മിത്ര സതീഷ് പുരസ്കാരം സമ്മാനിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കായി ബാങ്കോക്കിലെ ഷിനവാത്ര ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഏർപ്പെടുത്തിയ ലെഗസി ഓഫ് എക്സലൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അവാർഡിന് ഇന്ത്യയിൽ നിന്നും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പലും ഡീനുമായ ഡോക്ടർ KJ വർഗീസ് അർഹനായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും ഗവേഷണ രംഗത്തെയും അന്താരാഷ്ട്ര സഹകരണത്തിനും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനു വ്യക്തിഗതമായി നൽകിയ സംഭാവനകളെയും മാനിച്ചാണ് അവാർഡ്. ഇന്തോനേഷ്യയിലെ 4 യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറും ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും
അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിലും വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. അന്താരാഷ്ട്ര ജേണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡോക്ടർ വർഗീസിന് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ലാംഗ്വേജ് ലബോറട്ടറിയിൽ പേറ്റന്റ് ഉണ്ട്. അനേകം ദേശീയവും അന്തർദേശീയവുമായ ഔദ്യോഗിക ഉന്നത വിദ്യാഭ്യാസ സംഘടനകളിൽ അംഗവും 100-ലധികം ഇംഗ്ലീഷ് ഭാഷാ കോൺഫറൻസുകളിൽ മുഖ്യപ്രഭാഷകനുമായിട്ടുണ്ട്. 6ഓളം ഗ്രന്ഥങ്ങളുടെ എഡിറ്ററും ലാംഗ്വേജ് ലബോറട്ടറി കൺസൾട്ടന്റുമാണ്. ബാങ്കോക്ക് ഷിനവാത്ര യൂണിവേഴ്സിറ്റിയിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ വെച്ച് അവാർഡ് സമ്മാനിച്ചു. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, സെൻട്രൽ സ്കൂൾ എന്നിവയുടെ സംയുക്ത വാർഷികാഘോഷവും പുതിയ KG ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നിർവഹിച്ചു. ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ ബംഗളൂരു പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് തോമസ് കായിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് മുഖ്യാതിഥിയായിരുന്നു. മാധ്യമ പുരസ്കാരത്തിന് അർഹനായ PTA പ്രസിഡന്റ് സെബി മാളിയേക്കൽ, വിരമിക്കുന്ന അധ്യാപകരായ VJ ഷാലി, KL ജീജ, ലീന വർഗീസ്, സീന ജോർജ് എന്നിവരെ ആദരിച്ചു. സ്കൂൾ മാനേജറും റെക്ടറുമായ ഫാദർ ഇമ്മാനുവൽ വട്ടേക്കുന്നേൽ, മുനിസിപ്പൽ കൗൺസിലർ MS ദാസൻ, ഫാദർ ജിനു കുഴിത്തൊട്ടിയിൽ, ഫാദർ ഷിനോ കളപ്പുരയ്ക്കൽ, ഫാദർ ജിതിൻ മൈക്കിൾ, സിസ്റ്റർ VP ഓമന, എബിൻ വെള്ളാനിക്കാരൻ, രതീഷ് K ഭരതൻ, അഡ്വക്കേറ്റ് ഹോബി ജോളി, ലിജി ജോസ്, സിൽജി ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. 100% വിജയം ഒരിക്കലും മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാ SSLCക്കും +2-നും ഞങ്ങൾക്ക് 100% വിജയം കരസ്ഥമാകുന്ന കുട്ടികളുണ്ടാവണം. അതുമാത്രം ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് നിശ്ചയിച്ച് വേണമെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാം. പക്ഷെ അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഡോൺ ബോസ്കോ സ്കൂളിലെ കായിക താരങ്ങൾ സംസ്ഥാന തലത്തിലും അന്തർ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പല മേഖലകളുണ്ട്. അത് ബാസ്കറ്റ്ബോളിലായാലും ടേബിൾ ടെന്നീസിലായാലും പല മേഖലകളിലുള്ള കായിക മേഖലകളിൽ അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാനും അവരാണ് ദേശീയ തലത്തിൽ പോലും മിടുക്കന്മാരെന്ന് സ്ഥാപിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും നല്ല രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഡോൺ ബോസ്കോ സ്കൂളിൽ സാധിച്ചു. സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ എന്താണ് ഈ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഇന്ന് ഈ വാർഷികത്തിൻ്റെ അവസരത്തിൽ ഒരുപക്ഷെ ഈ ഉള്ളിലെ ചിന്ത എവിടെ നിന്നുണരുന്നു, എങ്ങനെ ഉണരുന്നു, എപ്പോൾ ഉണരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയൊരു മാർഗനിർദ്ദേശം നൽകാൻ എനിക്ക് കഴിഞ്ഞാൽ ഇന്ന് ഈ സായാഹ്നം അർത്ഥപൂർണ്ണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാം, പലപ്പോഴും നമ്മൾ പഠിക്കുന്നതിന് അപ്പുറത്ത് നമ്മൾ പറ്റിപ്പിടിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. പഠിക്കുന്നതൊക്കെ മറന്നു പോയതിന് ശേഷവും നമ്മളിൽ അവശേഷിക്കുന്നതാണ് ശരിക്കുള്ള പഠനം, നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കുക. ഏറെക്കുറെ ചില സിദ്ധികൾ അല്ലെങ്കിൽ ശേഷികളൊക്കെ നമുക്കുണ്ട്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.